ബൈപ്പാസ് മെഷീൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം അഡാപ്റ്ററിൽ നിന്ന് വരുന്ന വയറ് മെഷീനിൽ കണക്റ്റ് ചെയ്യുക. മെഷീൻ്റെ ബാക്കിൽ കണക്റ്റ് ചെയ്യാനുള്ള ഹോൾ ഉണ്ടാവും. കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് വയറ് കണക്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ അഡാപ്റ്ററിൽ നിന്ന് വരുന്ന വയറ് മെഷീനിൽ കണക്റ്റ് ചെയ്യുക. ഈ മെഷീനിൻ്റെ കണക്റ്റ് ചെയ്യാവുന്നത് ഈ പരന്ന ഭാഗം അടിയിലോട്ടായിട്ടാണ്. പരന്ന ഭാഗം അടിയിലേക്കായിട്ട് വെക്കുക. ഇങ്ങനെ വരും. പരന്ന ഭാഗം അടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് അടിയിലേക്കാക്കിയിട്ട് ഇതപ്പോൾ പരന്ന ഭാഗം അടിയിലാണ് അമർത്തി കൊടുക്കുക. ഇതെടുക്കാൻ ഇങ്ങനെ മെല്ലെ ബാക്കോട്ട് വലിക്കുകയും ചെയ്യുക. ഫസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അഡാപ്റ്ററിൽ നിന്ന് വരുന്ന ഈ വയറ് മെഷീൻ്റെ ബാക്കിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പവർ കേബിള് അഡാപ്റ്ററിൻ്റെ ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക. കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ പവർ കേബിള് നമ്മുടെ ചുമരിലെ പ്ലഗിൽ കുത്തി കൊടുക്കുക. കണക്ട് ചെയ്യുക. ഇപ്പോൾ ചുമരിലെ പ്ലഗിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ചുമരിലെ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഈ മെഷീൻ്റെ ഡിസ്പ്ലേ വരും. കാണിച്ചു തരാം. ഇപ്പോൾ ചുമരിലുള്ള സ്വിച്ച് ഓൺ ചെയ്തു. ഓൺ ചെയ്തൊരു 4-5 സെക്കൻഡ് ആകുമ്പോഴേക്ക് മെഷീൻ്റെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഇപ്പോൾ മെഷീൻ്റെ ഡിസ്പ്ലേ മാത്രമേ വന്നിട്ടുള്ളൂ. പേഷ്യൻറ്റിന് ഓൺ ആയിട്ടില്ല. പേഷ്യൻറ്റിന് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്വിച്ചിൽ ഒന്നങ്ങ് അമർത്തി വിട്ട് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനുള്ള പ്രഷർ ഓൺ ആവും. കാണിച്ചു തരാം. അപ്പോൾ മെഷീൻ ഓണാക്കിയിട്ടുണ്ട്. പേഷ്യൻറ്റിന് ഓണായി കഴിഞ്ഞാൽ ഈ 2 ഗ്രാഫ് വരും. അടിയിലുള്ള ഈ പച്ച ഗ്രാഫും മുകളിലുള്ള ഈ നീല ഗ്രാഫും കാണിക്കും. പേഷ്യൻറ്റിന് ഓണായി കഴിഞ്ഞാൽ ഈ ബീപ്പ് വരുന്നത് കണക്ട് ചെയ്യാത്തത് കൊണ്ടാണ്. പിന്നെ പേഷ്യൻറ്റിന് ഓണായി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ പ്രഷർ റേഞ്ച് മാറി കളിക്കുകയും ചെയ്യും. 6, 8, 10 ഇങ്ങനെയൊക്കെ കാണിക്കും. ഒന്ന് മുകൾക്ക് പോവും, പിന്നെ താഴോട്ട് വരും. അതായത് ഈ റേഞ്ച് ആദ്യം ഒന്ന് മുകൾക്ക് 8, 10, 12 അങ്ങനെ മുകൾക്ക് പോകും, പിന്നെ താഴോട്ട് വരും, പിന്നെ മുകൾക്ക് പോകും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്വിച്ചിൽ 3 സെക്കൻഡ് അമർത്തി പിടിക്കുക. ഇപ്പോൾ ഓഫായി. ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ചുമരിലെ പ്ലഗിലെ സ്വിച്ച് ഓൺ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഡിസ്പ്ലേ വരും. ഇനി പേഷ്യൻറ്റിനെ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്, രോഗിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്വിച്ചിൽ ജസ്റ്റ് ഒന്നങ്ങ് അമർത്തി വിടുക. ഇപ്പോൾ ഓണായി എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിനുള്ളത് ഓണായിട്ടുണ്ട്. ഓണായി കഴിഞ്ഞാൽ ഈ 2 ഗ്രാഫ് വരും. ഇങ്ങനെ കാണിക്കും അത്. പിന്നെ മുകളിൽ ഈ ഭാഗത്ത് പ്രഷർ റേഞ്ച് ഇങ്ങനെ കാണിക്കും. ഒന്ന് കൂടുക പിന്നെ കുറയുക. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ 3 സെക്കൻഡ് അമർത്തി പിടിക്കുക. ഇപ്പോൾ ഓഫായി കഴിഞ്ഞാൽ ഈ ഭാഗത്ത് 0 ആവും. ഗ്രാഫൊക്കെ പോവുകയും ചെയ്യും. പിന്നെ ചിലർക്ക് ഈ സ്വിച്ചിൽ ഓണും ഓഫും ആക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ആദ്യം ചുമരിലെ പ്ലഗിലെ സ്വിച്ചൊക്കെ ഓൺ ചെയ്തതിന് ശേഷം ആദ്യം ഇതിലൊന്ന് ഓണാക്കിയിടുക. ഇതിൽ ഓണാക്കിയിട്ടിട്ടുണ്ട്. ഇനി ചിലർക്ക് ഇവിടെ ഓഫ് ഓണും ആക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആദ്യം ഇപ്പോൾ ഞാനിത് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓഫ് ഓണും ഒക്കെ ചുമരിൽ ചെയ്താൽ മതി. ചിലർക്ക് ഇപ്പം പ്രായം കൂടിയവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ ഓണും ഓഫും ആക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആദ്യം ഇതൊരു തവണ ഓണാക്കിയിടുക. മെഷീൻ ഒരു തവണ ഓണാക്കിയിട്ടു. ഞാൻ ഓണാക്കിയിട്ടിട്ടുണ്ട്. ഇനി ഓഫ് ഓണൊക്കെ പ്ലഗിലെ സ്വിച്ചിൽ ചെയ്താലും മതി. അപ്പോഴും വർക്ക് ചെയ്യും. ഇതൊരു തവണ ഓണാക്കിയിട്ടിട്ട് പിന്നെ ഇത് ഓഫാക്കരുത്. ഓഫാക്കാണ്ട് ചുമരിലെ സ്വിച്ചിൽ ഓഫ് ഓണും ആക്കി കഴിഞ്ഞാൽ നേരിട്ട് വർക്ക് ചെയ്യും. പേഷ്യൻറ്റിനുള്ള പ്രഷർ വർക്ക് ചെയ്യും. കാണിച്ചു തരാം. അപ്പം ഞാനിത് ഓഫാക്കുന്നില്ല.
അപ്പോൾ പ്ലഗിലെ സ്വിച്ച് ഓഫ് ചെയ്തു. ഈ ബീപ്പ് വരുന്നത് കറണ്ട് പോയി എന്നുള്ള സിഗ്നലാണ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ ബീപ്പ് അങ്ങ് നിൽക്കും, കുഴപ്പമില്ല. ഞാനിവിടെ ഓഫാക്കിയിട്ടില്ല, ഇവിടെ ഓഫാക്കാണ്ടാണ് ചുമരിൽ ഓഫ് ചെയ്തത്. ഇനി ചുമരിൽ ഓൺ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റ് ഡിസ്പ്ലേയും വരും, പേഷ്യൻറ്റിനുള്ള പ്രഷറും വരും. ഇങ്ങനെയും ചെയ്യാം. ഈ സ്വിച്ചിൽ പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ആദ്യം ഒരു തവണ ഓൺ ആക്കിയിട്ടിട്ട് പിന്നീട് ഓഫ് ഓണൊക്കെ ചുമരിൽ ചെയ്താൽ മതി. കണ്ടോ, ഡയറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ കുറേ കാലമൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഇതിൻ്റെ പുറകിലൊരു ഫിൽറ്ററുണ്ട്. ഇവിടെ ഒരു ഫിൽറ്ററുണ്ട്. ഇത് ഊരിയിട്ട് ഇതങ്ങ് തള്ളി കൊടുക്കുക. അങ്ങ് തള്ളിയിട്ട് ഇതങ്ങ് എടുക്കുക. ഇതിൻ്റെ ഉള്ളിലൊരു ഫിൽറ്ററുണ്ട്. ഇതാ ഈ പഞ്ഞി പോലെ ഇതാണ് ഫിൽറ്റർ. ഇതെടുത്തിട്ട് ഇതിൻ്റെ പുറകിൽ നന്നായിട്ട് ചളി വരും. ഒരു 2-3 മാസമൊക്കെ കഴിയുമ്പോൾ നന്നായിട്ട് ചളി വരും. അപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ, മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ 2-3 മാസം കഴിയുമ്പോൾ ഇതൊന്ന് എടുത്തിട്ട് ഇവിടെ ഉണ്ടാവും പൊടി. ഈ പൊടി നന്നായിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. ഇങ്ങനെ തട്ടി കൊടുക്കുക. അങ്ങനെ തട്ടി ക്ലീൻ ചെയ്യുക. ആദ്യം ഇതിലുള്ള പൊടിയൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വലിച്ച് കളയുക. അതിന് ശേഷം ഇതിങ്ങനെ നന്നായിട്ട് തട്ടി കൊടുക്കുക. അപ്പോൾ പൊടിയെല്ലാം പോവും. എന്നിട്ട് ഇതുപോലെ തന്നെ ഈ ചാലിക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക. കറക്റ്റായിട്ട് താഴോട്ട് ഇറക്കി കൊടുക്കുക. കറക്റ്റ് താഴോട്ട് ഇറങ്ങി നിൽക്കണം. അങ്ങനെയാണ് വെക്കേണ്ടത്. എടുക്കാൻ ഇവിടെ പിടിച്ച് മേലേക്ക് എടുത്താൽ മതി. എന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. വെക്കാൻ ആദ്യം ഈ ഭാഗം ഇവിടെ വെച്ച് കൊടുക്കുക. ഇവിടെ വെച്ചു. എന്നിട്ട് ഇവിടെ അമർത്തി കൊടുക്കുക. എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അങ്ങ് തള്ളി കൊടുക്കുക. തള്ളിയിട്ട് എടുക്കുക. എന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. പേഷ്യൻറ്റിൻ്റെ ട്യൂബ് ഇതാ ഇവിടെ നിന്നാണ് പേഷ്യൻറ്റിന് പോകുന്ന ട്യൂബ് കണക്ട് ചെയ്യേണ്ടത്. ബൈപ്പാപ്പ് മെഷീനിൽ ട്യൂബ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ട്യൂബ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഈ റബ്ബറിൽ ഈ ട്യൂബ് പിടിക്കരുത്. എപ്പോഴും ഈ റബ്ബറിൽ പിടിക്കുക. റബ്ബറിൽ പിടിച്ചിട്ട് ഇവിടെയാണ് ട്യൂബ് കണക്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പം ട്യൂബ് കണക്റ്റ് ആയിട്ടുണ്ട്. ഊരിയെടുക്കാൻ ഇങ്ങനെ തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ റബ്ബറിൽ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് എടുക്കുക. ഇത്രയേ ഉള്ളൂ. കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റബ്ബറിൽ പിടിച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. ഉള്ളിലേക്ക് കയറിപ്പോവും. എടുക്കാൻ വേണ്ടിയിട്ട് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതങ്ങനെ അങ്ങനെ ഊരിയെടുക്കുകയും ചെയ്യാം. ഈ ഭാഗത്ത് ഇതിൽ കൂടുതൽ ബെൻഡാവരുത്. ഇതിലും കൂടുതൽ ബെൻഡായി കഴിഞ്ഞാൽ ഇവിടെ ഒടിഞ്ഞിട്ട് ഇത് ഇവിടെ ചപ്പിയിട്ട് ഒടിഞ്ഞു പോകും. പിന്നെ പേഷ്യൻറ്റിന് എയർ കിട്ടാണ്ടാവും. ഇതിലും കൂടുതൽ ഇവിടെ ബെൻഡാവരുത്, ഒന്ന് ശ്രദ്ധിക്കണം. മാക്സിമം ഇവിടെ വല്ലാണ്ട് ബെൻഡാവാണ്ട് നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ മാസ്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്ക് കണക്ട് ചെയ്യാൻ ട്യൂബിൻ്റെ ഈ എൻഡിലാണ് മാസ്ക് കണക്ട് ചെയ്യേണ്ടത്. മാസ്ക് കണക്ട് ചെയ്യുന്നതും ഈ ട്യൂബ് മെഷീനിൽ കണക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ട്യൂബ് മാസ്കിൽ കണക്ട് ചെയ്യുന്നതും. കാണിച്ചു തരാം. മാസ്ക് എടുത്തിട്ട് ഈ റബ്ബറിൽ പിടിച്ചിട്ട് മാസ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഊരിയെടുക്കാൻ ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ട് ഊരിയെടുക്കുക. പിന്നെ ചിലർ ഇതിൻ്റെ കൂടെ ഓക്സിജൻ ഉപയോഗിക്കുന്നവരുണ്ട്. ഈ ബൈപ്പാപ്പ് ഉപയോഗിക്കുന്നവർ കൂടെ ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. അവർ 2-3 രീതിയിൽ ഓക്സിജൻ ഇതിൽ കണക്ട് ചെയ്യും. ഫസ്റ്റ് മൂക്കിൽ നാസൽ ട്യൂബ് വെച്ചിട്ട് ഓക്സിജൻ വെക്കും. അതിന് മുകളിൽ കൂടെ ഈ മാസ്ക് വെക്കും. രണ്ടാമത്തെ രീതി, ചില മാസ്കുകൾക്ക് ഓക്സിജൻ കൊടുക്കാനുള്ളൊരു ഹോൾ ഇവിടെ ഉണ്ടാവും. അത് തുറന്നിട്ട് അതുവഴി ഓക്സിജൻ കണക്ട് ചെയ്ത് കൊടുക്കും. മൂന്നാമത്തെ രീതി ഇങ്ങനെയാണ്. ഇതൊരു ഓക്സിജൻ കണക്ടറാണ്. ഈ കണക്ടർ ഇവിടെ വെച്ച് കൊടുക്കും. എന്നിട്ട് ബൈപ്പാപ്പ് മെഷീനിൽ നിന്ന് വരുന്ന ട്യൂബ് ഇതിവിടെയും കണക്ട് ചെയ്യും. എന്നിട്ട് ഈ ഓക്സിജൻ്റെ ഈ ട്യൂബ് നമുക്ക് എവിടെ നിന്നാണോ ഓക്സിജൻ വരുന്നത് അവിടെ ഇത് കണക്ട് ചെയ്ത് കുത്തി കൊടുക്കുക. ഓക്സിജൻ കോൺസെൻട്രേറ്ററിലാണെങ്കിൽ അവിടെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഹോസ്പിറ്റലിലാണെങ്കിൽ അവരെ സെൻട്രലൈസ്ഡ് ആവും, അതിലിത് കണക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് ഓക്സിജന് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത് വരുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് ഇതിൽ നിന്നുള്ള പ്രഷർ
ബൈബാ മെഷീനിൽ നിന്നുള്ള പ്രഷർ ഇതുവഴി പേഷ്യൻറ്റിന് കയറും, അതുപോലെ ഓക്സിജൻ ഇതുവഴി കയറും. ഈ നേരത്തെ പറഞ്ഞ പോലെ നാസൽ ട്യൂബ് വെച്ചിട്ടാണെങ്കിൽ ഇതെന്ത് ചെയ്യണം, ഈ കണക്ടർ ഇവിടുന്ന് ഊരി വെക്കണം, അല്ലെങ്കിൽ ഈ ട്യൂബ് ഇവിടുന്ന് ഊരിയിട്ട് ഈ ക്യാപ്പ് ഇതൊന്ന് അടച്ചു കൊടുക്കണം, ഇങ്ങനെ തുറന്നിടരുത് ഇവിടെ. അതുപോലെ ഇവിടെ ഓക്സിജൻ കൊടുക്കാനുള്ള ഹോൾ ഉണ്ടെങ്കിൽ ഇതുവഴി ഓക്സിജൻ കൊടുക്കുന്നില്ലെങ്കിൽ, മാസ്കിൽ കൂടെ ഡയറക്റ്റ് ഓക്സിജൻ കൊടുക്കുന്നില്ലെങ്കിൽ ഇതുപോലെ അടച്ചു വെക്കാനുള്ള ഒരു ക്യാപ്പ് അതിനും ഉണ്ടാവും, അതിങ്ങനെ അടച്ചു കൊടുക്കണം, തുറന്നിടരുത് ഇവിടെ ഒന്നും. ഇനി നേരത്തെ പറഞ്ഞാൽ മൂന്നാമത്തെ രീതിയാണ് മൂക്കിൽ നാസൽ ട്യൂബ് വെച്ചിട്ട്, അത് ആദ്യം മൂക്കിൽ നാസൽ ട്യൂബ് വെക്കുക, അതിന് മുകളിൽ കൂടെ ഈ മാസ്ക് വെച്ച് കൊടുക്കുക, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഓക്സിജൻ്റെ ഹോള് തുറന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അടച്ചു കൊടുക്കുക. ഈ ഓക്സിജൻ്റെ ഹോള് ഈ പോർട്ട് ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതുവഴി ഓക്സിജൻ കൊടുക്കുന്നില്ലെങ്കിൽ ഇത് അടച്ചിടുക. ഏറ്റവും നല്ലത് ഇതുവഴി ഓക്സിജൻ കൊടുക്കുന്നില്ലെങ്കിൽ ഇതിങ്ങനെ എടുത്തിട്ട് ഈ കണക്ടർ ഊരുക, നേരിട്ട് ഈ ട്യൂബ് കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്.